ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കെ.പി.സി. നേതൃയോഗം അടുത്തയാഴ്ച ചേരും. ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അനൌദ്യോഗിക ചർച്ചയ്ക്കും തുടക്കമായിട്ടുണ്ട്. സലീം മാലിക്കാണ്. അപ്പോൾ സലീം മാലിക് ഒരിക്കൽ കൂടി സലീം. അപ്പോൾ എന്തായാലും കോൺഗ്രസിനും യു.ഡി.എഫിനും ആത്മവിശ്വാസത്തോടെ അടുത്ത മുന്നോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആലോചിക്കാവുന്നതാണ്. പക്ഷേ ബൈ ഇലക്ഷനിലെ പ്രശ്നം പാലക്കാടാവട്ടെ ചേലക്കരയാവട്ടെ ആര് സ്ഥാനാർത്ഥികളാവും എന്നുള്ളതാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ഘട്ട ചർച്ച സലീം? ഹാഷ്മി, സ്മിത, ഗുഡ് മോർണിംഗ് അഗെയിൻ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിലെ വിജയം വലിയ ആത്മവിശ്വാസം നൽകുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കെ മുരളീധരനുമായി ചുറ്റിപ്പറ്റി ആരംഭിച്ച വിവാദങ്ങൾ വലിയ തലവേദന ഉണ്ടാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രഥമ പരിഗണന കെ മുരളീധരനെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാകും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ സ്ഥാനാർത്ഥി ചർച്ചകളും ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ആരംഭിച്ചെങ്കിലും ആ സ്ഥാനാർത്ഥി ചർച്ചകളും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കെ മുരളീധരനിലാണ്. കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കെ മുരളീധരൻ സമ്മതം അറിയിച്ചാൽ മറ്റൊരു ഓപ്ഷനും കോൺഗ്രസ് തേടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 100% വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമല്ലാതെ കെ മുരളീധരൻ സ്വീകരിക്കില്ല എന്നൊരു സംസാരമുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അതല്ലെങ്കിൽ കെ മുരളീധരൻ അല്ലെങ്കിൽ മറ്റാര് എന്നുള്ളതാണ് മറ്റൊരു ചർച്ച. അതിൽ പ്രധാനമായും ഷാഫി പറമ്പിലിന് താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. പ്രത്യേകിച്ചും വടകരയിൽ ഷാഫി പറമ്പിലിനൊപ്പം തന്നെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു അഭിപ്രായം ഷാഫി പറമ്പിലിനുണ്ട്. വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സാധ്യത എവിടെയുണ്ട്. കെ മുരളീധരൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കെ.പി.സി.സി. വൈസ് പ്രസിഡന്റായ വി.ടി. ബൽറാമിന്റെ പേരും സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭയിലേക്ക് നന്നായി പ്രകടനം നടത്തിയ ഒരു MLA എന്ന നിലയിലാണ് കോൺഗ്രസ് വി.ടി. ബൽറാമിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വി.ടി. ബൽറാമിനെ നിയമസഭയിലേക്ക് വീണ്ടും എത്തിക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും ആഗ്രഹമുണ്ട്. അത് പാലക്കാടിലൂടെ അങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ് ഒരു ആലോചന. ഒപ്പം തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വലിയ വിഭാഗം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മുൻപ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അരൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഷാനിമോൾ ഉസ്മാനെ വിജയിപ്പിച്ചെടുത്തിരുന്നു. ആ ആത്മവിശ്വാസമാണ് രമ്യ ഹരിദാസിനെ അവിടേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ നേതൃത്വം കാണുന്നത്. മാത്രമല്ല ചേലക്കര മണ്ഡലത്തിൽ മന്ത്രിയായിരുന്നിട്ട് കൂടി, സ്വന്തം മണ്ഡലമായിരുന്നിട്ട് കൂടി മന്ത്രി കെ രാധാകൃഷ്ണൻ അവിടെ നിന്ന് 5000-നടുത്ത് വോട്ടുകൾ മാത്രമാണ് ലീഡ് ലഭിച്ചത്. അതും രമ്യ ഹരിദാസിന് അനുകൂലമായൊരു ഘടകമായി നിലവിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ നിന്ന് രാജിവെക്കുകയാണെങ്കിൽ അവിടെ ആര് എന്നുള്ള ചോദ്യവും ഇപ്പോൾ തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും കെ മുരളീധരന്റെ പേരാണ് സജീവ ചർച്ച. കെ മുരളീധരന് വയനാട് വേണമെങ്കിൽ നൽകാം എന്നുള്ളതാണ് ആലോചന. കൂലങ്കഷമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഏതായാലും അടുത്ത് തന്നെ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ കേരളം അടുത്ത ഇലക്ഷൻ മാമാങ്കത്തിലേക്ക് പോകുന്നത് പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ്.